കഴിഞ്ഞ ആഴ്ച ഞാൻ വയനാട്ടിലേക്ക് പോയി. അപ്പം എൻ്റെ മക്കളും എല്ലാം അവിടെ വരുന്നതുകൊണ്ട് 2 കുട്ടികളും അവിടെ ഉണ്ടാവും, ഒരുമിച്ചാവുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോയതാണ്. അവിടെ എൻ്റെ മോളും ഭർത്താവും കൂടി അവിടെ ഒരു റിസോർട്ടിൽ ബുക്ക് ചെയ്തു. എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്നാക്സും ഇതെല്ലാം പോകുന്ന വഴിക്ക് മാനന്തവാടി ചെയ്ത് സ്ഥലം പിന്നെ വാങ്ങിയിട്ടാണ് പോയത്. നമ്മൾ പോയ റിസോർട്ട് ഒരു കാട്ടിൻ്റെ ഉള്ളിലാണ്. ഇത് എൻ്റെ പേര് ഗൃഹസങ്കല്പ. ഇതിൽ നമ്മൾ ഒരു ഹില്ലിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് അവിടെ എത്തുമ്പോൾ ഈ റിസോർട്ട് കാണാം. ഭയങ്കര ഭംഗിയാണ്, ഭയങ്കര വ്യൂവും. നേച്ചറിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. കയറി വരുമ്പോൾ തന്നെ ഒരു ഡ്രോയിങ് റൂമാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇപ്പുറത്ത് ഓപ്പൺ കിച്ചണും ഡൈനിങ് ഹാളും. ആ ഡൈനിങ് ഹാളിന് ഒരു സിറ്റ് ഔട്ട്, രണ്ടും കൂടി ഒരുമിച്ചിട്ടാണ്, കിച്ചണും ഡൈനിങ് ഹാളും. റൂം നമ്മൾ മേലോട്ടേക്ക് കയറുമ്പോൾ ഒരു ഡ്രോയിങ് റൂമാണ്. അവിടുത്തെ ഒരു ഡ്രോയിങ് റൂം, അതിനൊരു സിറ്റ് ഔട്ടും ഉണ്ട്. അവിടെ ഒരു ഗെയിം ഏരിയയും ഉണ്ട്. അവിടെ തന്നെയാണ് 2 ബെഡ്റൂം. ആ ബെഡ്റൂമിനും ഒരു സിറ്റ് ഔട്ടും ഉണ്ട്, 2 ബെഡ്റൂമിനും സിറ്റ് ഔട്ട് ഉണ്ട്. അതിന് നല്ല വ്യൂ ആണ് പുറത്തേക്ക്. അവിടുന്ന് പിന്നെയും മേലോട്ട് കയറി കഴിഞ്ഞാൽ 2 സൈഡിൽ നിന്നും മേലേക്ക് കയറി കഴിഞ്ഞാൽ 2 ബെഡ്റൂം അവിടെയും ഉണ്ട്. ഒട്ടും എല്ലാം നല്ല വ്യൂ ആണ്. നല്ല മഞ്ഞും എല്ലാം നല്ല ഭംഗിയായിട്ട് കാണാം. പിന്നെ നല്ലൊരു ലോണും അവിടെ ഇരിക്കാനുള്ള ആൾക്കാർക്ക് ഇരിക്കാൻ ഊഞ്ഞാല് എല്ലാം ഉണ്ട്. പിന്നെ ക്യാമ്പ് ഫയർ ഉണ്ട്. പിന്നെ ഇത് ബാർബെക്യൂ വേണമെങ്കിൽ അതും ചെയ്യാനുള്ള എല്ലാ ഏർപ്പാടും അവിടെ ഉണ്ട്. അവിടെ ഇരുന്നിട്ട് വ്യൂ ഇങ്ങനെ നോക്കി ആസ്വദിച്ചിരിക്കുക. നമ്മൾ റിലാക്സ് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർ വന്നിട്ട് ഊണിന് വിളിച്ചു. നമ്മളൊരു 2 മണിയായി എത്തുമ്പോൾ അപ്പം തന്നെ ഊണിന് വിളിച്ചു. നല്ലൊരു സദ്യ തന്നു. അത് കഴിഞ്ഞ് നമ്മൾ പോയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു, ഒരു 5 മണി വരെ. അപ്പോഴത്തേക്ക് അവർ ചായ പിന്നെ കുറച്ച് സ്നാക്സൊക്കെ ആക്കി വെച്ചു, പഴംപൊരി എന്തെല്ലോ ഉണ്ടായിരുന്നു. അത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയി ഈ റിസോർട്ടിൻ്റെ മറ്റേ ചുറ്റുഭാഗവും എല്ലാം. അന്നേരം അവർക്കൊരു സ്വന്തം പശു ഉണ്ട്, വേച്ചൂർ പശു. അതിൻ്റെ പേര് ശാരദ. അതിനൊരു മോളും ഉണ്ടായിട്ടുണ്ട് ഇപ്പം. അവിടെ കുയിലും കോഴിയൊക്കെ ഉണ്ടായിന്. അത് കുട്ടികൾക്ക് അതിൻ്റെ കൂടെ കളിക്കാനും അതിനെ കാണാനും എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പ്രത്യേകത എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ എല്ലാം ഹോം ഗ്രോൺ വെജിറ്റബിൾസും പാല് എല്ലാം അവിടുന്ന് തന്നെ എടുത്തിട്ട് ചെയ്യുന്നതാണ്. ഇപ്പം ഇഞ്ചി വേണമെങ്കിൽ ഇഞ്ചിയും അവിടെയുണ്ട്. എന്ത് സാധനം നമുക്ക് വേണമെങ്കിൽ, തക്കാളി വേണമെങ്കിൽ തക്കാളി ഉണ്ട്, കാന്താരി വേണമെങ്കിൽ കാന്താരി ഉണ്ട്. അങ്ങനെ പലതും അവിടെ തന്നെ ഉണ്ടാവുന്നതാണ്. എല്ലാ ഫ്രൂട്ട് ട്രീസും എല്ലാം ഉണ്ട്. റിസോർട്ടിൽ വന്ന സ്ഥിതിക്ക് ഞാൻ ഇവിടെ ബിന്ദുവാണ് ഇത് നോക്കി നടത്തുന്നതല്ല. ഇത് എൽദോ, ബിന്ദുവിൻ്റെ ഹസ്ബൻഡ്. അതുകൊണ്ട് അവരെ ബിന്ദു സ്പെഷ്യൽ ഒരു ഡ്രിങ്ക് ഉണ്ട്. ഇവിടുത്തെ വീട്ടിലുണ്ടാക്കിയ സാധനങ്ങൾ, ഇവിടെ വളർത്തുന്ന സാധനങ്ങൾ എല്ലാം ഇവിടുന്ന് പറിച്ചെടുത്ത്, ഇന്ന് കടയിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളില്ല. അതിനെ കൊണ്ടുള്ളൊരു ഡ്രിങ്ക് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതിപ്പോൾ ഞാൻ കാണിച്ചു. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിന് വേണ്ടിയിട്ടാണ് ഇത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മിന്റ്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു ഹാഫ് ലെമണിന്റെ പീസ് മതി, പിന്നെ 2 ഏലക്കായി. ഇതാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് നമ്മള് പിന്നെ നാരങ്ങയുടെ തോല് ചെത്തിക്കളയണേ. തോല് ചെത്തണം. തൊലി ചെത്തി വെച്ചിട്ടുണ്ട്. തോല് ചെത്തിയിട്ട് ചെറുനാരങ്ങന്റെ തോല് ചെത്തിയിട്ട് ഇതിലിടാൻ കഴിക്കും.
അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കയ്പ്പ് ഫീൽ ചെയ്യും. പിന്നെ നമ്മൾ ലേശം ജിഞ്ചറും ഇതിലേക്ക് ചേർക്കാം. പഞ്ചസാര വേണ്ടവര് മാത്രം പഞ്ചസാര ഉപയോഗിക്കുക. ഷുഗർ എല്ലാം ഉള്ളവർക്ക് വേണമെങ്കിൽ ഒരു കാന്താരി ഇട്ടിട്ട് അടിക്കാം. അല്ല പിന്നെ ഐസ് വേണമെങ്കിൽ ഐസ് ചേർക്കാം വേണ്ടവർക്ക്. പിന്നെ മെന്റും ഏലക്കായ ഇത് എല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മള് ഇതിലേക്ക് ഏലക്കായും കൂടി മിക്സ് ചെയ്തിട്ട് ഇതെല്ലാം നമ്മുടെ ഇവിടെ തന്നെ നട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. ഒന്നും വെളിയിൽ നിന്ന് വാങ്ങുന്നതല്ല. ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് ചേർക്കാം. പഞ്ചസാര എല്ലാവരും ചോദിച്ചിട്ട് അവരുടെ ആവശ്യത്തിന് മാത്രം പഞ്ചസാര യൂസ് ചെയ്യുന്നു. ആവശ്യത്തിന് മാത്രം പഞ്ചസാര ഇട്ടാൽ ഇപ്പൊ ഇതിൽ പഞ്ചസാര ഇടുന്നില്ല. ആർക്കെല്ലാം മധുരം വേണ്ട അവർക്ക് ഇടാം. ഇതിനൊരു ഇളം ഗ്രീൻ കളറാണ് വരുന്നത്. വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഏലക്കായൊക്കെ ചേർക്കുന്നതുകൊണ്ട് അതിൻ്റെ സ്മെല്ലും ജിഞ്ചറിൻ്റെ ഗുണവും എല്ലാം ഇതിൽ കിട്ടും. എന്നാ ചേച്ചി അതിൽ ഒഴിച്ചു. കുടിച്ചു നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ട്. ബിന്ദുവിന്റെ സ്പെഷ്യൽ ഹോം മെയ്ഡ് ജ്യൂസ് ഒന്ന് കുടിച്ചു നോക്കട്ടെ. ഭയങ്കര റിഫ്രഷിങ്. താങ്ക് യു ബിന്ദു. ഇത് റിസോർട്ടാണ്. ഇവിടെ എല്ലാ തരം ഫ്രൂട്ട് ട്രീസും എല്ലാം ഉണ്ട്. ഇവിടുന്ന് തന്നെ പറിച്ചെടുത്തിട്ടുള്ള ഇഞ്ചി, ഇവിടുന്ന് തന്നെയുള്ള ചെറുനാരങ്ങ, പിന്നെ മറ്റേ മിന്റ് ലീവ്സ് ഇവരുടെ ഉണ്ടാക്കുന്നത്, അതെല്ലാം കൂടി വെച്ചിട്ടാണ് ഏലക്കായും എല്ലാം ഇവിടെ. അതുകൊണ്ട് ഒരു സാധനവും കടയിൽ നിന്ന് വാങ്ങിയ ഒരു സാധനമില്ല. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ട് സാധനം. വലിയ പപ്പായ, ബബ്ലൂസ് നാരങ്ങ എല്ലാവർക്കും അറിയുന്നത്. ഇതിനുള്ളിൽ പിങ്ക് കളറായിരിക്കും. ഇത് മുറിച്ച് കഴിഞ്ഞാൽ പപ്പായ, വീട്ടിലുണ്ടായ പപ്പായയും. രാത്രി നല്ലൊരു നോൺ വെജ് ഡിന്നറെല്ലാം കഴിച്ച് നമ്മൾ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ 11 മണിയാകുമ്പോൾ നമ്മൾ അവിടുന്ന് ചെക്കൗട്ട് ചെയ്തു. എന്നിട്ട് വ്യൂ ഇത് പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം, ഇങ്ങനത്തെ പ്രകൃതിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വന്നിട്ട് നിൽക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഇത്. ഹസ്ബൻഡിൻ്റെ പിന്നെ ഭയങ്കര ഒരു ക്ലയൻ്റ് ഉണ്ട്. പണ്ട് എത്രയോ കൊല്ലം ആയിട്ട് എൻ്റെ ഹസ്ബൻഡിന് അടുപ്പുള്ള ആളേനെ. അയാൾ മരിച്ചുപോയി. അയാളെ മക്കൾക്കും അതേ സ്നേഹമാണ്, മക്കൾക്കും ഭാര്യയൊക്കെ എല്ലാം. അവർ പറഞ്ഞു ഇവിടെ വന്ന് ലഞ്ച് കഴിക്കാണ്ട് പോകരുത് എന്ന് പറഞ്ഞിട്ട് ലഞ്ച് ഉണ്ടാക്കി വെച്ചിട്ട് അവരുടെ മോൻ്റെ ഭാര്യ റുബീന ഭയങ്കര സ്പ്രെഡായിരുന്നു. നെയ്ച്ചോറ്, ബീഫ് ഫ്രൈ, ചിക്കൻ കറി, ഇനിയൊന്നും ബാക്കിയില്ല. സാലഡ്സ്, പിന്നെ പൊറോട്ട, അവിലിനെ കൊണ്ടുള്ളൊരു അപ്പം, ഇതെല്ലാം അവരുണ്ടാക്കി. എൻ്റെ മോളെ മക്കൾക്ക് ഭയങ്കര രസമായിരുന്നു. അവർക്ക് ഇൻട്രസ്റ്റ് ആണല്ലോ. കുട്ടികൾക്ക് അറിയില്ലല്ലോ ഈ നാടൻ കളികളൊന്നും. ടയർ ഓടിച്ചു കാണിക്കല്, പിന്നെ ഫാഷൻ ഫ്രൂട്ട് പറിച്ചു, ചക്ക പറിക്കാൻ പോലെ, മരത്തിൻ്റെ അടിയിൽ പോയി അതെല്ലാം പെറുക്കിക്കൊണ്ടുവന്ന് അവർക്ക് അതൊരു ഭയങ്കര എൻജോയ്മെന്റ്.
പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്ക് അവർ ചായയും മുട്ട ബജി അങ്ങനത്തെ എല്ലാം തന്ന് നമ്മളെ നല്ലോണം സന്തോഷിപ്പിച്ചിട്ടാണ് വിട്ടത്. ഇത്രയും സ്നേഹമുള്ള ഒരു ഫാമിലീനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അത്രക്ക് സ്നേഹം. നമുക്ക് എന്താ തരേണ്ടതെന്ന് നോക്കിയിട്ട് നടക്കുമായിരുന്നു. പിന്നെ ഞാൻ വയനാട്ടിൽ എൻ്റെ മോളെ വീട്ടിലേക്ക് വന്നു. അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കി കൊടുത്തു. കുട്ടിയൊക്കെ കുറച്ച് ചെറിയ കുട്ടിയൊക്കെ എൻ്റെ മക്കൾക്കും എല്ലാം നാടൻ സാധനങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുത്ത് എന്നിട്ട് നമ്മൾ തിരിച്ചിങ്ങോട്ട് തന്നെ എറണാകുളത്തേക്ക് തന്നെ വന്നു.